الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا صدق الله العلي العظيم. ബഹുമാന്യരായ രക്ഷിതാക്കളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥൻ്റെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചു അവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. മനുഷ്യാവകാശങ്ങളും ഇസ്ലാമും എന്ന വിഷയത്തിൻ്റെ തുടർച്ചയിൽ ലോക വനിതാ ദിനത്തിൻ്റെ പശ്ചാത്തലം കൂടി മുമ്പിൽ വെച്ചുകൊണ്ട് സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെടുത്തി ഇസ്ലാം പഠിപ്പിച്ച അടിസ്ഥാന കാഴ്ചപ്പാടുകൾ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ഖുതുബയാണ് കഴിഞ്ഞ ആഴ്ച നാം ശ്രമിച്ചത്. അതിൻ്റെ തുടർച്ചയിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഈ വിഷയകമായി നമ്മുടെ മുമ്പിൽ ഉന്നയിക്കുന്ന അധ്യാപനങ്ങളാണ് ഇന്നത്തെ ഖുതുബയുടെ ഇതിവൃത്തം. പുരുഷന്മാരായ നിങ്ങളെ സൃഷ്ടിച്ച അതേ നാഥൻ തന്നെയാണ് സ്ത്രീകളെയും സൃഷ്ടിച്ചത്. നിങ്ങളുടെ നിലനിൽപ്പിന് ഇങ്ങനെ ഒരു സൃഷ്ടിവർഗം അനിവാര്യമാണ്. സമാധാനപൂർണമായ ജീവിതം നയിക്കാനും വംശവർദ്ധനവ് നിലനിൽക്കാനും അത് ആവശ്യമാണ് എന്ന് അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് വളർത്തുന്നതിൻ്റെ ഭാഗമായി സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി ഇസ്ലാം പഠിപ്പിച്ചു. മനോഭാവത്തെ, കാഴ്ചപ്പാടിനെ മാറ്റിപ്പണിയുകയാണ് ഈ വിഷയത്തിൽ ഇസ്ലാം ചെയ്തത്. അന്നേ വരെ ലോകത്ത് ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്രമേൽ അബദ്ധ ജടിലങ്ങളായിരുന്നു എന്ന് ഖുർആനിൻ്റെ ഈ അധ്യാപനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. രണ്ടാമതായി ഇസ്ലാം ഊന്നിയത് സ്ത്രീ പാപിയായിട്ടല്ല ഭൂമുഖത്ത് കടന്നു വന്നിരിക്കുന്നത്. ആദിപാപത്തിൻ്റെ കാരണക്കാരി അവളല്ല. അവളെ കൂടി ചേർത്ത് നിർത്തി കരുത്തോടെ മുന്നോട്ട് പോകേണ്ടത് പുരുഷനാണ്. എങ്കിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യത്തെ പുരുഷൻ
അദ്ദേഹത്തിനാണ് അബദ്ധം പറ്റിയത്. അദ്ദേഹത്തിൽ കരുത്ത് കാണേണ്ട സന്ദർഭത്തിൽ നാം കരുത്ത് കണ്ടില്ല. വലഖദ് അഹിദ്നാ ഇലാ ആദമ മിൻ ഖബൽ, മുമ്പ് ആദമിൽ നിന്ന് നാം ഒരു കരാർ വാങ്ങിയിരുന്നു. ഫനസിയ, ആ കരാർ അവൻ മറന്നു. വലം നജിദ് ലഹു അസ്മ, അവനിൽ നാം കരുത്ത് കണ്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറ ത്വാഹയിൽ. അപ്പോൾ സ്ത്രീയാണ് പാപത്തിന്റെ കാരണക്കാരി. അവളുടെ ജന്മം തന്നെ ശപിക്കപ്പെട്ട ജന്മമാണ് എന്ന് മതവിശ്വാസത്തിന്റെ ഭാഗമായി കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന, സമാനമായ ചിന്താഗതി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന സകല വിഭാഗത്തിനു മുമ്പിൽ കൃത്യമായ വർത്തമാനമാണ് ഈ വിഷയകമായി ഖുർആൻ പറഞ്ഞത്. ഈ രണ്ട് വസ്തുതകളും പെണ്ണിനെ കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാടിനെ മാറ്റിപ്പണിയാൻ ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിച്ച ഈ രണ്ട് വസ്തുതകളും നാം സുതരാം മനസ്സിലാക്കി. മൂന്നാമത്തെ വസ്തുത അല്ലെങ്കിൽ മൂന്നാമത്തെ പോയിന്റ്, ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം പെണ്ണിനും ഉണ്ട് എന്നതാണ്. പെൺകുട്ടി ജനിക്കുന്നതും ജനിക്കാതിരിക്കുന്നതും, അവൾ ജീവിക്കുന്നതും ജീവിക്കാതിരിക്കുന്നതും പുരുഷന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാവുക എന്ന തെറ്റായ പ്രവണതയെ ഇല്ലായ്മ ചെയ്യുകയാണ് ഈ പ്രമേയത്തിലൂടെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾ ജീവനോടെ, പെൺകുഞ്ഞുങ്ങൾ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടിരുന്നു എന്ന് ധാരാളമായി നാം കേട്ടിട്ടുണ്ട്. ജീവിക്കാൻ അവകാശം നൽകുന്ന ഗോത്രങ്ങളിൽ പോലും അവർക്ക് ഒരു മാന്യതയും കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. ജീവിതം തന്നെ അവർക്ക് വലിയ ഭാരമായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷമായിരുന്നു ആ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അത്തരം ഒരു സമൂഹത്തിലാണ് വിശുദ്ധ ഖുർആൻ മൂന്നാമതായി ഈ ആശയത്തെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. ഈ മനോഭാവം ഏറിയും കുറഞ്ഞും, അല്ലെങ്കിൽ വ്യത്യസ്ത രീതിക്കോ രൂപത്തിനോ മാറ്റം സംഭവിച്ചും നമുക്കിടയിൽ തന്നെ ഉണ്ട് എന്നത് ഈ വളർച്ച പ്രാപിച്ച കാലഘട്ടത്തിലെ ഭ്രൂണഹത്യകളുടെ കണക്കുകൾ ഉൾപ്പെടെ, പെൺകുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഉൾപ്പെടെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടിസ്ഥാനപരമായി മാറേണ്ടുന്ന മനോഭാവം വിശ്വാസികളിൽ പോലും മാറിയിട്ടില്ല എന്നതിൻ്റെ വേദനാജനകമായ, വേദനിപ്പിക്കുന്ന ദുരനുഭവങ്ങളായിട്ട് മാത്രമേ അത്തരം പ്രവണതകളെ നമുക്ക് കാണാൻ കഴിയൂ. വിശുദ്ധ ഖുർആൻ സൂറ അൻ-നഹ്ലിലെ 5-ാമത് സൂക്തത്തിലൂടെ ഇങ്ങനെ പഠിപ്പിക്കുന്നു ആ കാലഘട്ടത്തിന്റെ ഒരു ദുരന്ത മുഖത്തെ. വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, ആ കാലഘട്ടത്തിൽ മക്കയിലെ സമൂഹത്തിൽ ഒരാൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, ബുഷ്റ എന്ന പ്രയോഗം സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്ന ഭാഷാപരമായ പ്രയോഗമാണ്. അപ്പോൾ ഒരു പെൺകുഞ്ഞ് ജനിച്ചത് സന്തോഷ വാർത്തയായി അറിയിക്കപ്പെട്ടാൽ, ലല്ല വജൂഹു മുസ്വദ്ദം വഹുവ കലീം, അവന്റെ മുഖമാകെ കറുത്തിരുണ്ട് കരിവാളിച്ചു പോകും. അവന്റെ ദുഃഖവും വേദനയും കടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ. യതവാറാ മിനൽ ഖൗം, പിന്നീട് അവൻ തെരുവിലേക്ക് ഇറങ്ങില്ല, വീട് വിട്ട് പുറത്തിറങ്ങില്ല, ആളുകളിലേക്ക്, സമൂഹത്തിലേക്ക് ഇറങ്ങി വരില്ല. മാനഹാനി കാരണം. മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി, അവനിപ്പോൾ അറിയിക്കപ്പെട്ട ഈ സന്തോഷ വാർത്ത അവന് നൽകുന്ന ആ ദുഃഖം, അവനത് നൽകുന്ന വലിയ മാനഹാനി, അതിനെ ഓർത്തിട്ട് അവൻ സമൂഹത്തിലേക്ക് ഇറങ്ങില്ല, പുറത്തിറങ്ങില്ല. ഈ കുടുംബനാഥൻ, ഈ പുരുഷൻ, അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫി തുറാബ്, അവന്റെ മനസ്സിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്, ഒരു സങ്കീർണത അവൻ അനുഭവിക്കുകയാണ്. അയുംസികുഹു അലാ ഹൂനിൻ, എല്ലാ നിന്ദതയും സഹിച്ച് ഈ പെൺകുട്ടിയെ വളർത്തണമോ, അം യദുസ്സുഹു ഫി തുറാബ്, അതോ ജീവനോടെ അതിനെ മണ്ണിൽ കുഴിച്ചു മൂടണോ? ഈ മനസ്സംഘർഷത്തിൽ അടിപ്പെട്ടുകൊണ്ടൊരു തീരുമാനമെടുക്കാൻ മതിയായ സമയം കിട്ടും വരെ പുറത്തിറങ്ങാതെ നിന്ദ്യനായി, അപമാനിതനായി അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയാണ് ഇങ്ങനെ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവർക്കിടയിൽ ഉണ്ടായിരുന്നത്.
അലാ സാഅ മാ യഹ്കുമൂൻ, അവസാനം അവർ എടുക്കുന്ന തീരുമാനം എത്രമേൽ ചീത്തയാണ്. അഥവാ അവസാനം ആ പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടാനാണ് അവർ തീരുമാനിക്കുക എന്ന് സൂറത്തുൻ നഹ്ലിൽ ആ കാലഘട്ടത്തിലെ ഒരു പിതാവിന്റെ മാനസികാവസ്ഥയെ കൃത്യമായിട്ട് വർണ്ണിക്കുകയാണ് ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് അദ്ദേഹത്തിന് പരിചയമുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് പരിചയമുള്ള ഒരാൾ തന്റെ പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടിയ അനുഭവം വർണ്ണിക്കുന്നത് ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഉമർ ഖത്താബ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി: പ്രവാചകരെ, ഇങ്ങനെ പുറത്തിറങ്ങാതെ ഈ മനുഷ്യൻ മാനഹാനി സഹിച്ച് ഈ പെൺകുഞ്ഞിനെ കുറച്ചു കാലം വളർത്തി. പക്ഷെ മനസ്സിലെ ഈ ചിന്ത ഒടുവിൽ അതിനെ കൊന്നുകളയണം എന്ന തീരുമാനത്തിൽ അവനെ എത്തിച്ചു. ആ കുഞ്ഞാവട്ടെ അവന് ചുറ്റും ഓടി നടക്കുന്ന പ്രായത്തിലായിരുന്നു. കിളിക്കൊഞ്ചലുകളുമായിട്ട് പിതാവിന്റെ അടുക്കൽ കിന്നാരം പറയുന്ന പെൺകുട്ടി. പക്ഷെ ആ പെൺകുട്ടിയുടെ മുഖഭാവമോ അതിന്റെ നിഷ്കളങ്കതയോ അതിന്റെ കൊച്ചു വർത്തമാനങ്ങളോ അവന്റെ മനസ്സിനെ ഒട്ടും സ്വാധീനിച്ചില്ല. അങ്ങനെ ഒരു ദിനം മൺവെട്ടിയെടുത്ത് ഈ കുഞ്ഞിന്റെ കയ്യും പിടിച്ചു മരുപ്പറമ്പിന്റെ വിജനതയിലേക്ക് അവൻ നടന്നു. അങ്ങനെ നടന്നു പോകുമ്പോഴും ഈ പെൺകുഞ്ഞ് തന്റെ പിതാവിന്റെ കയ്യിൽ തൂങ്ങി കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് ഉറക്കെ ചിരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ആ വർത്തമാനങ്ങളോ ചിരിയോ ഈ പിതാവിനെ ഒട്ടും സ്വാധീനിച്ചില്ല. ഒരു ഭാഗത്ത് കുഞ്ഞിനെ നിർത്തിയിട്ട് ഇദ്ദേഹം ദ്രുതഗതിയിൽ മൺവെട്ടിക്കൊണ്ട് മണ്ണ് നീക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ മണ്ണ് വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ഈ കുഞ്ഞ് പിതാവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കെ ഇത്തിരി മണൽത്തരികൾ ഈ പിതാവിന്റെ താടി രോമങ്ങളിൽ അള്ളിപ്പിടിച്ചപ്പോൾ പിതാവിന്റെ എളിയിൽ തൂങ്ങിയാടിയിട്ട് തന്റെ കുഞ്ഞു കൈകൾ കൊണ്ട് ആ പെൺകുട്ടി പിതാവിന്റെ താടി രോമങ്ങളിൽ നിന്ന് മണൽത്തരികൾ തട്ടിമാറ്റി. പക്ഷെ അപ്പോഴും ആ പിതാവിന്റെ മനസ്സലിഞ്ഞില്ല. കുഴി പൂർത്തിയായപ്പോൾ ഈ പെൺകുഞ്ഞിനെ വാരിയെടുത്ത് ആ മനുഷ്യൻ കുഴിയിലേക്ക് എറിഞ്ഞു. വാവിട്ട് കരയുന്ന കുഞ്ഞിന്റെ വായിലേക്ക് തുടരെ മണ്ണ് വെട്ടി എറിയുകയും അങ്ങനെ കുഴിച്ചു മൂടിയിട്ട് തിരിച്ചു നടക്കുകയും ചെയ്തു എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഹബീബിന്റെ സദസ്സിൽ പറഞ്ഞപ്പോൾ ഹബീബ് പൊട്ടിക്കരഞ്ഞുപോയി. ഹബീബിന്റെ താടി രോമങ്ങളിലൂടെ കണ്ണുനീർ ഒഴുകി ഇച്ചു വീണുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ സ്നേഹവും കാരുണ്യവും അർഹിക്കുന്ന പെൺകുഞ്ഞുങ്ങളോട് കാരുണ്യം വറ്റിപ്പോയ ഒരു സമൂഹം കാണിക്കുന്ന ക്രൗര്യത്തെ ഓർത്ത് ഒരു മഹാപ്രവാചകൻ കരയുകയാണ്. എങ്കിൽ ആ പ്രവാചകന്റെ അനുയായികൾക്കെങ്കിലും ഈ ഇത്തിരി പോന്ന 3 വയസ്സുകാരിയും അതിനപ്പുറത്ത് പ്രായമുള്ളവരും താഴെയുള്ളവളുമൊക്കെ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഓർത്ത് കരയാൻ കഴിയുന്ന ഒരു ഹൃദയമുള്ള മനസ്സ്, ഹൃദയമുള്ള മനുഷ്യന്റെ ഹൃദയമില്ലായ്മയുടെ ദുരന്ത കാലത്ത് അങ്ങനെയുള്ള ഹൃദയമുള്ള മനസ്സ് നമുക്കുണ്ടാവേണ്ടതുണ്ടായിരുന്നു എന്ന് പ്രവാചകനെ വായിക്കുമ്പോൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കുമ്പോൾ നമുക്ക് തോന്നണം. എങ്കിൽ അതാണ് കാരുണ്യം. ആ കാരുണ്യത്തിന് ഏറ്റവും അർഹർ പെൺകുഞ്ഞുങ്ങളാണ് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം കാഴ്ചവെക്കുന്ന കാരുണ്യത്തിന് ഏറ്റവും അർഹർ നമ്മുടെ വീട്ടിലും പരിസരത്തും വളർന്ന പെൺകുഞ്ഞുങ്ങളാണ്, നമ്മുടെ ചുറ്റുമുള്ള പെൺകുട്ടികളാണ്. അവരോടാണ് ഏറ്റവും വലിയ കാരുണ്യം കാഴ്ചവെക്കേണ്ടത്. അവരോട് കാരുണ്യം കാഴ്ചവെക്കാൻ കഴിയാതെ പോയ കശ്മലന്മാർ, ആ ജാഹിലിയത്തിലെ വലിയ വലിയ ഭീകരന്മാർ, സ്വന്തം പെൺകുഞ്ഞുങ്ങളെ ഇങ്ങനെ കുഴിച്ചു മൂടിയവർ, ഈ പെണ്ണുങ്ങളോട് അന്യായം കാണിച്ചു കൊണ്ടിരുന്ന പുരുഷ കേസരികൾ, അവര് കാണിക്കുന്ന ക്രൂരതയോർത്ത് ഒരു പ്രവാചകൻ ഇത്രമേൽ കരഞ്ഞു എങ്കിൽ ആ ക്രൂരത നമുക്കിടയിൽ സംഭവിക്കുമ്പോൾ അതിനോട് നേർക്കുനേരെ നിന്ന് പൊരുതാൻ, നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് കാരുണ്യം അനുഭവിക്കാൻ കഴിയുമാറ് മാതൃക സൃഷ്ടിക്കാൻ, അങ്ങനെ ഏറ്റവും ആദരിക്കപ്പെടുന്നവരും ഏറ്റവും അംഗീകരിക്കപ്പെടുന്നവരും മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളാണെന്നും പെണ്ണുങ്ങളെ ആദരിക്കുന്നതിൽ മുസ്ലിമീങ്ങളാണ് മുമ്പിലെന്നും സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കാനുള്ള അർഹത മുസ്ലിം സമുദായത്തിന് ഉണ്ടാവേണ്ടതായിരുന്നു എന്നും കാലഘട്ടത്തിലെ ഭീകര സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിനയപുരസ്സരം നമ്മൾ ഓർക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കരഞ്ഞ് ആ സന്ദർഭത്തിൽ ആ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് സൂറത്തു തക്വീറിലെ 8-9 ആയത്തുകൾ അവരെ കേൾപ്പിക്കുകയുണ്ടായി. അങ്ങനെ കുഴിച്ചു മൂടപ്പെട്ട ഈ പെൺകുട്ടി, അവളെ അള്ളാഹു അങ്ങനെ തന്നെ നാളെ പരലോകത്ത് ഹാജരാക്കും. ആ ഭീകരത അനുഭവിച്ച അതേ പെൺകുഞ്ഞ് അതേപടി തമ്പുരാന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടും. എന്നിട്ട് അവളെ ഇങ്ങനെ ക്രൂരമായി കൈകാര്യം ചെയ്ത, അവളെ ഇങ്ങനെ ക്രൂരമായി കൊല ചെയ്ത, അവളാകുന്ന വ്യക്തിത്വത്തെ ഇവിധം കശക്കിയെറിഞ്ഞ ആ ആളുകളെ മുൻനിർത്തിയിട്ട് അള്ളാഹു ചോദിക്കും, അല്ലെങ്കിൽ അവിടെ വെച്ച് ചോദിക്കപ്പെടും, വൈദൽ മൗഊദതു സുഇലത്,
ഈ കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കപ്പെടും, എന്തിന്റെ പേരിലാണ് നീ കൊല ചെയ്യപ്പെട്ടത് എന്ന്. അങ്ങനെ ഒരു വിചാരണ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അത് കേവലം കുഴിച്ചു മൂടുന്ന ഒരു പ്രശ്നത്തിന്റെ വിചാരണ മാത്രമായിട്ടാണോ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതല്ല, ഇങ്ങനെ പറക്കമുറ്റാത്ത പെൺകുട്ടികൾ വരെ ക്രൂരമായി കശക്കി എറിയപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ അത്തരം ക്രൂരതയ്ക്ക് വിധേയമായ പെൺകുട്ടി അതേ അവസ്ഥയിൽ തമ്പുരാൻ മുമ്പിൽ ഹാജരാക്കപ്പെടുമെന്നും അതിന് കാരണക്കാരായ ആളുകളെ ഇവിധം വിചാരണ ചെയ്യുമെന്നും ചേർത്ത് വായിക്കാൻ, അങ്ങനെ ഒരു അധിക വായന നടത്താൻ ഈ സൂക്തം നമ്മെ പ്രേരിപ്പിക്കുന്നില്ലേ എന്നും നാം ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പാഠങ്ങൾ ആ കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിൽ പെൺകുഞ്ഞിന് നേരെ നടന്നുകൊണ്ടിരുന്ന കയ്യേറ്റം ഇതിവൃത്തമാക്കിയാണ് എങ്കിൽ, പുതിയ കാലഘട്ടത്തിൽ പുതിയ രൂപവും ഭാവവും പ്രാപിച്ച ഈ പീഡനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ആയത്തിനെയും ഈ സംഭവത്തെയും ഇങ്ങനെ വായിക്കാനും ചിന്തിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ന്യായമായും അള്ളാഹ് മുമ്പിൽ ഹാജരാക്കപ്പെടും. ഈ പുതിയ കാലഘട്ടത്തിൽ ജനിക്കാനുള്ള അവകാശം തന്നെ നിഷേധിക്കപ്പെടുന്ന ഇടം മുതൽ പെൺകുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ്. ജനിച്ചു കഴിഞ്ഞിട്ട് പീഡിപ്പിക്കപ്പെടുന്നത് പിന്നെയും. ജനിക്കാനുള്ള അവകാശമെങ്കിലും മക്കയിലെ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ ജനിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ ഈ കാലഘട്ടത്തിൽ അധികം പറയാതെ നമുക്ക് ബോധ്യമാകും. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഒരു പഠന റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായ ഒരു ഭീകരതയെ അനാവരണം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ലിംഗ നിർണയം നടത്തുന്ന, പരിശോധന നടത്തുന്ന, അങ്ങനെ നടത്തിയിട്ട് പെൺകുഞ്ഞാണെന്ന് ബോധ്യമാകുന്ന 50-ൽ 48 പെൺകുഞ്ഞുങ്ങളും കൊല ചെയ്യപ്പെടുകയാണ് എന്ന്. ഇതൊരു വലിയ കണക്കാണ്. ധാരാളം കണക്കുകൾ വേറെയും ഈ വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് പത്രങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഈ ലിംഗ പരിശോധന നടത്തുന്നത് പോലും യഥാർത്ഥത്തിൽ പെൺകുഞ്ഞുങ്ങൾ വേണ്ടെന്ന തീരുമാനത്തിന്റെ ഭാഗമാണ്. അതിന് വിധേയനാകുന്ന പെണ്ണും അതിന് തയ്യാറാകുന്ന പുരുഷനും അവരാണത്രേ നമ്മുടെ കൂട്ടത്തിലെ ദമ്പതിമാർ. അവരിൽ ആരാധനാ കാര്യങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളെ പ്രാപിക്കുന്നവരുണ്ടാകാം. പള്ളിയിൽ വരുന്ന മുസ്ലിമീങ്ങളും അക്കൂട്ടത്തിലുണ്ട്. അപ്പുറത്ത് ചർച്ചിലും ഇപ്പുറത്ത് അമ്പലത്തിലും പോകുന്നവർ വേറെയും, അങ്ങനെയൊന്നും അല്ലാത്ത ഇത്തിരി പേർ വേറെയും കാണാം. പക്ഷെ എന്തായിരുന്നാലും പിതാവും മാതാവും എന്ന് പറയുന്ന ഈ 2 മനുഷ്യരിന് കാരുണ്യം എന്ന ഒന്ന് അന്യം നിന്ന് പോകുന്നതിന്റെ, ലാഭേച്ഛ മാത്രം അവിടെ ലക്ഷ്യമായി മാറുന്നതിന്റെ ദുരന്തമുഖമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കണം. അവരുടെ വിശ്വാസം അവരെ സ്വാധീനിക്കുന്നില്ല. ഈ ആയാത്തുകൾ ഈ നമസ്കരിക്കുന്ന ആളുകളെയും സ്വാധീനിക്കുന്നില്ല. അങ്ങനെ സ്വന്തം ഭാര്യയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭ്രൂണം കഷ്ണിച്ച് കശക്കിയെടുത്ത് പറിച്ചെടുത്ത് കളയുന്ന ഈ ക്രൂരത നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ, മാലോകരുടെ മുമ്പിൽ നിർത്തിയവർ മാനഹാനിക്ക് വിധേയമാക്കപ്പെടുന്ന, വിചാരണ ചെയ്യപ്പെടുന്ന അവസ്ഥയോളം എത്തും എന്ന യാഥാർത്ഥ്യം വിശ്വാസികളായ നമ്മളെങ്കിലും കൃത്യമായി ഉൾക്കൊള്ളുകയും നമുക്കപ്പുറത്തുള്ള മനുഷ്യരെ ദൈവവിശ്വാസത്തിന്റെ പേരിൽ, കാരുണ്യത്തിന്റെ പേരിൽ പഠിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് പെൺകുഞ്ഞാവാൻ ആരാണ് കാരണക്കാരൻ എന്ന ഒരു ചിന്തക്ക് നല്ല പ്രസക്തിയുണ്ട്. അക്കാലഘട്ടത്തിൽ സയൻസ് വളർന്നിട്ടില്ല. ജാഹിലിയ കാലത്ത് ശാസ്ത്രം വളർന്നിട്ടില്ലല്ലോ. ശാസ്ത്രത്തിന്റെ വളർച്ച പിന്നീടാണ് ഉണ്ടായത്. വൈജ്ഞാനിക വിസ്ഫോടനത്തിന്റെ കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. നോളജ് എക്സ്പ്ലോഷൻ എന്നാണല്ലോ ഈ കാലഘട്ടത്തെ വർണ്ണിക്കുന്നത്. എന്നാൽ സയൻസ് വളരാത്ത ഒരു കാലഘട്ടത്തിൽ വിശ്വാസത്തെ കൈമുതലാക്കിക്കൊണ്ട് ഇത് ആണാവണോ പെണ്ണാവണോ തീരുമാനിച്ചത് അള്ളയാണെന്ന് വളരെ കൃത്യമായി ഖുർആൻ അവരെ പഠിപ്പിച്ചു. സയൻസ് വളർന്ന ഈ കാലഘട്ടത്തിൽ ഖുർആൻ പഠിപ്പിച്ച സൂറത്തു ശൂറയിലെ 49, 50 എന്ന ഈ ആയാത്തുകളും സയൻസ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വസ്തുതയും ഒരുപോലെ നമുക്ക് പാഠമാവേണ്ടതില്ലേ? പക്ഷേ ഈ പാഠം ഉൾക്കൊള്ളാൻ കഴിയാത്തവരായി വിശ്വാസികൾ വരെ മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഖുർആൻ ഇങ്ങനെ പറയുന്നു സൂറത്തു ശൂറയിലെ 49-ാം ആയത്തിലൂടെ, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം, അതിലുള്ള അധികാരം അല്ലാഹുവിന്റേത് മാത്രമാണ്. യഖ്ലുഖു മാ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കും. യഹബു ലിമൻ യശാഉ ഇനാസ, അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് പെൺകുഞ്ഞുങ്ങളെയാണ് അവൻ നൽകുക. വയഹബു ലിമൻ യശാഉ ദുകൂർ, വേറെ ചിലർക്ക് അവൻ ആൺകുട്ടികളെ നൽകും. ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാസ, ചിലർക്ക് അവൻ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒന്നിച്ചു നൽകുകയും ചെയ്യും. വയജ്അലു മൻ യശാഉ അഖീമ, വേറെ ചില ആളുകളെ അവൻ വന്ധ്യരാക്കും, അവർക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാവുകയില്ല. ഇന്നഹു അലീമുൻ ഖദീർ,
നിശ്ചയം അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അപ്പോൾ അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. ചിലർക്ക് അവൻ ആൺകുട്ടികളെ നൽകും, ചിലർക്ക് അവൻ പെൺകുട്ടികളെ നൽകും. ചിലർക്ക് ആണും പെണ്ണും സന്താനങ്ങളായിട്ട് ലഭിക്കും, വേറെ ചിലർക്ക് മക്കളെ ഉണ്ടാവുകയില്ല. അള്ളയാണ് എന്ത് സൃഷ്ടിക്കണമെന്ന് തീരുമാനിച്ചവൻ. അവന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് അവകാശം? നിങ്ങൾ അള്ളാഹുവിന്റെ മുകളിൽ കയറി നിൽക്കുന്നുവോ അതോ അള്ളാഹുവിന്റെ താഴെ നിൽക്കുന്നുവോ? അതാണ് ചോദ്യത്തിന്റെ മർമ്മം. നിങ്ങൾ തമ്പുരാന്റെ മുകളിൽ കയറി നിൽക്കാൻ ശ്രമിക്കുന്നുവോ അതോ തമ്പുരാന്റെ കീഴെ വിനീത വിധേയരായ ദാസന്മാരായി നിൽക്കാൻ തീരുമാനിച്ചുവോ? വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു നൽകുന്നത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും രണ്ട് കൈയും നീട്ടി സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയണം. നൽകിയില്ലെങ്കിലും നിങ്ങൾ സന്തോഷത്തോടെ അള്ളാഹുവിന്റെ ഖദറിനെ, അവന്റെ വിധിയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കണം. നിങ്ങൾക്ക് പരിശോധന നടത്താം, നിങ്ങൾക്ക് ചികിത്സിക്കാം, ധാർമ്മികതക്ക് നിരക്കുന്ന വഴികൾ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഒരിക്കലും ധർമ്മത്തിന് എതിരായ വഴികൾ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ശ്രമിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ നിരാശരാവരുത്. കാരണം അള്ളാഹുവാണ്, അവനാണ് ഇതിന്റെ എല്ലാം അധിപൻ. അവൻ ഉദ്ദേശിക്കുന്നതാണ് അവൻ സൃഷ്ടിക്കുക. അതുകൊണ്ട് ചിലർക്ക് അവൻ പെൺകുഞ്ഞുങ്ങളെ നൽകും, ചിലർക്ക് അവൻ ആൺകുഞ്ഞുങ്ങളെ നൽകും, ചിലർക്ക് രണ്ടും കിട്ടി എന്ന് വരും. എന്നാൽ ചില ആളുകളെ ചില ആളുകളെ അവൻ വന്ധ്യരാക്കും. അവർക്ക് സന്താന ലബ്ധി സംഭവിച്ചില്ല എന്ന് വന്നേക്കാം, എങ്കിലത് പടച്ചവന്റെ തീരുമാനമാണ്. അപ്പോൾ അള്ളാഹുവാണത് തീരുമാനിക്കുന്നത്. ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്, ഞാൻ അള്ളാഹുവിന്റെ ദാസിയാണ്. അള്ളാഹു നൽകിയത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കണം. നൽകിയില്ലെങ്കിലും ഞാൻ എൻ്റെ നാഥന്റെ തീരുമാനത്തിൽ ഖൈറുണ്ടാകും എന്ന് വിചാരിച്ച് സമാധാനിക്കണം എന്ന അടിസ്ഥാനപരമായ വിശ്വാസം, ഈമാനുമായിട്ടാണ് അതിന് ബന്ധം, സ്വർഗനരകവുമായിട്ടാണ് അതിന് ബന്ധം. ആ ബന്ധത്തിൽ നിങ്ങൾ നിലകൊള്ളണം എന്ന് വളരെ കൃത്യമായിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നു സൂറത്ത് ഷൂറയിലൂടെ. ഇന്നഹു അലീം, അവനെല്ലാം അറിയാം. നിങ്ങൾക്ക് ആണ് നൽകണോ പെണ്ണ് നൽകണോ, നിങ്ങൾക്ക് രണ്ടും കൂടി നൽകണോ നൽകാതിരിക്കണോ എന്നൊക്കെ അവനറിയും. അവൻ സർവജ്ഞനാണ്, അവനെല്ലാം നന്നായിട്ടറിയും. അവന്റെ അറിവ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല, അവന്റെ യുക്തി നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നുമില്ല. അതുകൊണ്ട് അവൻ എല്ലാം അറിയുന്നവനാണ്. ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനുമാണ്. നൽകാൻ അവന് കഴിയും, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ നൽകിയില്ല. നിങ്ങളുടെ കയ്യിൽ പെൺകുട്ടിയെ നൽകി, അതിൽ അവനൊരു യുക്തി കണ്ടിട്ടുണ്ടാകും. നിങ്ങൾക്ക് അവൻ ആൺകുഞ്ഞുങ്ങളെ നൽകിയില്ല, നിനക്കവൻ ആൺകുഞ്ഞുങ്ങളെ നൽകി, പെൺകുഞ്ഞിനെ നൽകിയില്ല. അതിനും കഴിവുള്ളവൻ അവനാണ്. അവൻ എന്തോ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവൻ നിനക്ക് ആണിനെയും പെണ്ണിനെയും നൽകി, എങ്കിൽ അവൻ നിന്നോട് അങ്ങനെയാണ് സമീപനം സ്വീകരിച്ചത്. അതിന് പിന്നിലും അവൻ ചില കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടാവാം എന്നിങ്ങനെ മനസ്സിലാക്കിയിട്ട് ഈ കിട്ടിയതിനെ സമാധാനത്തോടെ സന്തോഷത്തോടെ, അത് ആണാണെങ്കിൽ അമിതാഹ്ലാദവും പെണ്ണാണെങ്കിൽ പിന്നെ ഒരു താൽക്കാലികമായ ആവറേജ് നിലവാരത്തിലുള്ള ഒരു സന്തോഷവും, ഇങ്ങനെയൊക്കെ ആയി പോകുന്ന അവസ്ഥയിലേക്ക് വിശ്വാസികളെങ്കിലും മാറാൻ പാടില്ല എന്നും ഈ ഖുർആനിക ആയത്തിന്റെ ബലത്തിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. സയൻസ് നമ്മളോട് പറയുന്നു, പുരുഷനും സ്ത്രീയും അവരിലെ ക്രോമോസോമുകളുടെ സങ്കലനത്തിനനുസരിച്ചാണ് ആൺകുഞ്ഞും പെൺകുഞ്ഞുമാവുക. പുരുഷനാണ് ശരിക്കും അതിന്റെ നിർണയ ശക്തി, അല്ലെങ്കിൽ അവനിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. XY ക്രോമോസോമുകളാണ് അവനിൽ, സ്ത്രീയിലാണെങ്കിൽ XX ക്രോമോസോമുകളുമാണ്. അപ്പോൾ പുരുഷന്റെ ക്രോമോസോമിലെ X സ്ത്രീയുടേതുമായി സംഗമിക്കുമ്പോൾ അത് ആൺകുഞ്ഞായിട്ട് വരുമെന്നും Y ആണെങ്കിൽ പെൺകുഞ്ഞായിട്ട് വരുമെന്നും പറയുമ്പോൾ പുരുഷൻ തന്നെയാണ് പ്രശ്നക്കാരൻ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതൊരു പ്രശ്നമായി പ്രശ്നവൽക്കരിച്ചാൽ, ഇത് പ്രശ്നവൽക്കരിച്ച സമൂഹമാണ് നമ്മുടേത്. പെൺകുഞ്ഞുങ്ങളെ പ്രസവിച്ചതിന്റെ പേരിൽ കാലാകാലം തീ തിന്നുന്ന ഉമ്മമാർ സമുദായത്തിനകത്തില്ലെന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? പെൺകുഞ്ഞുങ്ങളെ പ്രസവിച്ചതിന്റെ പേരിൽ വിവാഹമോചിതയായ പെണ്ണുങ്ങൾ നമുക്കിടയിൽ ഇല്ലെന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? പെൺകുഞ്ഞുങ്ങളെ പ്രസവിച്ചത് ഈ പെണ്ണ് കാരണമായിട്ടാണ്, ഇവളാണ് പെൺകുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് എന്ന് പറയുന്ന ആൺ എത്രമേൽ ക്രൂരനാണ്. അവൻ എല്ലാ സത്യങ്ങളെയും തിരസ്കരിച്ചവനാണ്. അവൻ അള്ളാഹുവിനെ നിഷേധിച്ചിരിക്കുകയാണ്. അവൻ ഈ മനുഷ്യൻ അറിയുന്ന യഥാർത്ഥത്തിലെ അറിവിനെ പോലും നിരാകരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ ഈ പെണ്ണിനോട് ക്രൂരത കാണിക്കുന്നു. അവൻ വീട്ടകത്ത് ഈ പെണ്ണിനെ പീഡിപ്പിക്കുന്നു. ഈ ജനിച്ച പെൺകുഞ്ഞുങ്ങൾക്കെതിരെ അവന്റെ സമീപനം പോലും തെറ്റാണ്. ഇത്രയും വലിയ ക്രൂരന്മാർ അവർ ഈ സമുദായത്തിനകത്ത് വരെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പെൺകുഞ്ഞുങ്ങളെ പ്രസവിച്ചതിന്റെ പേരിൽ 10-12 കൊല്ലം കൂടെ ജീവിച്ച പെണ്ണിനെ തലാക്ക് ചൊല്ലിയ വീരന്മാർ, ആ വീരന്മാരെ കൈകാര്യം ചെയ്യാൻ ആണുങ്ങളില്ലാതെ പോയ ഒരു സമുദായമാണ് ഈ സമുദായം എന്ന് വേദനയോടെ നമ്മൾ ഓർക്കണം. അതിന് കൈവെക്കാൻ നിയമവും ഇല്ലാതെ പോയി ഇവിടെ. അത് മുസ്ലിം സമുദായത്തിനകത്ത് ഉണ്ടെങ്കിൽ അപ്പുറത്തേക്ക് വർത്തമാനം പറയാനുള്ള അർഹത നമുക്ക് നഷ്ടപ്പെടുകയാണ് എന്നും
ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമുദായത്തിനകത്ത് അടിഞ്ഞുകൂടിയ ജീർണതകളെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അധികം സംസാരിക്കാൻ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരുടെ നാവ് പൊങ്ങില്ല എന്ന്. കാരണം അവർക്ക് ഇത്തിരി ജാള്യതയുണ്ടെങ്കിൽ അവരുടെ മഹല്ല് സംവിധാനത്തിനകത്ത് നടക്കുന്ന വൃത്തികേട് കേട്ടാൽ അവർക്ക് സംസാരിക്കാൻ അർഹതയുണ്ടാവില്ല എന്ന്. അവര് പുറത്തിറങ്ങി ഇസ്ലാം പെണ്ണിന് വേണ്ടി വാദിച്ച വർത്തമാനങ്ങൾ അങ്ങനെ സംസാരിച്ചാൽ അപ്പുറത്ത് മറ്റു പ്ലാറ്റ്ഫോമിൽ നിന്ന് വലിയ വലിയ മഹിളാരത്നങ്ങൾ തിരിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ചൂളിപ്പോകേണ്ട ഗതികേട് വരുന്നുണ്ട് എന്ന് വേദനയോടുകൂടി ഈ മേഖലയെ കുറിച്ചുള്ള ഒരു കണ്ണ് തുറന്ന പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. പരിഹാരമുണ്ടാവണം. ഇസ്ലാമിനോട് കൂറുണ്ടെങ്കിൽ പരിഹാരമുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിച്ച ഈ പാഠം ഉൾക്കൊള്ളണം. നിലവിലുള്ള ശാസ്ത്രീയമായ അറിവ് മനസ്സിലാക്കണം. എന്നിട്ട് നല്ല ഒരു ബോധവൽക്കരണം നടക്കണം, കൃത്യമായിട്ട് നടത്തണം. തമ്പുരാനാണ് നൽകിയത്. അവനിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ നൽകിയതിനെ ഇരു കരവും നീട്ടി സ്വീകരിക്കണം, നന്നായിട്ട് വളർത്തണം. ദാരിദ്ര്യം ഭയന്ന് പോലും കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ പാടില്ല എന്ന് പിന്നെയും ഖുർആൻ ഊന്നി പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ സൂറ അൻആമിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നു, വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖിൻ. ദാരിദ്ര്യം കാരണമായി കഷ്ടത അനുഭവിക്കുമോ, ഭാവിയിൽ പ്രയാസപ്പെടുമോ എന്ന് ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത്. നഹ്നു നർസുഖുകും വ ഇയ്യാഹും. അവർക്കും നിങ്ങൾക്കും വേണ്ട വിഭവങ്ങൾ നാമാണ് നൽകുന്നത്. അല്ലാഹ് അത് നൽകാൻ തയ്യാറാണ്. അത് ഇവിടെ ഉണ്ട്, അവനത് നൽകും. നിങ്ങളുടെ നിലപാട് ശരിയാവണം, നിങ്ങളുടെ നിയ്യത്ത് ശരിയാവണം, നിങ്ങളുടെ കാഴ്ചപ്പാട് ശരിയാവണം, നിങ്ങളുടെ വിശ്വാസം ശരിയാവണം. എന്നിട്ട് അള്ളാഹു ആണ് നൽകിയത് എങ്കിൽ തമ്പുരാൻ വഴി കാണിക്കുമെന്ന ഉറച്ച ബോധ്യത്തോടെ നിങ്ങളുടെ കഴിവ് വ്യയം ചെയ്ത് ഇറങ്ങി പണിയെടുക്കാൻ, അധ്വാനിക്കാൻ, പരിശ്രമിക്കാൻ, ഉള്ള ഒരു തൊഴിലിൽ, മാന്യമായ തൊഴിൽ ഉറച്ചു നിൽക്കാൻ, അങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ കിട്ടുന്നത് ദിനേന 100 രൂപയാണെങ്കിൽ അതിന് 10,000ന്റെ ഐശ്വര്യം നൽകാൻ കഴിവുള്ള ഖജനാവിന്റെ ഉടമസ്ഥനാണ് തമ്പുരാൻ എന്ന ഈമാൻ ഉണ്ടാവണം. ഈമാൻ ഇല്ല ഈ സമുദായത്തിൽ പലർക്കും. അതുകൊണ്ടാണ് പലപ്പോഴും തമ്പുരാൻ നൽകിയ വാഗ്ദാനത്തിൽ വിശ്വാസമില്ലാതെ നമ്മൾ തന്നെ നിലപാട് സ്വീകരിച്ച് ഇത്തരം ക്രൂരത കാണിക്കുന്നത് എന്ന് വേദനയോടെ ഓർക്കണം. പിന്നെയും ഖുർആൻ സൂറ ഇസ്രായിൽ നമ്മെ പഠിപ്പിക്കുന്നു, വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖിൻ. ദാരിദ്ര്യം ഭയന്ന് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത്. നഹ്നു നർസുഖുഹും വ ഇയ്യാകും. അവർക്കും നിങ്ങൾക്കും നാമാണ് വിഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നല്ല. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. അവരെ കൊന്നുകളയുന്നത് വലിയ പാതകമാണ്. ആ പാതകം ചെയ്തിട്ട് നിന്റെ ദിക്റിന്റെ, സ്വലാത്തിന്റെ, ഹജ്ജിന്റെ, ഉംറയുടെ ബലത്തിൽ സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിച്ചാൽ നിനക്ക് തെറ്റി. ഈ ചെയ്ത പാതകം മതി സിറാത്ത് പാലം കടക്കാൻ അശക്തമാക്കും വിധം നിന്റെ മേൽ കാരണമായിട്ട് എന്ന് തിരിച്ചറിയാൻ ഈ സൂക്തം നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് ചിന്തിക്കണം, ശരിക്ക് നമ്മൾ കാരണമായിട്ട് കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടോ എന്ന്. ജനിക്കാത്തത് കൊണ്ട് ചിലപ്പോ ജനിച്ചതിന് ശേഷം കൊല്ലുക എന്ന പാപം ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ ഈ കോൺക്രീറ്റ് കാടുകളുടെ മേശപ്പുറങ്ങളിൽ കൊണ്ടുപോയിട്ട് അരുൺകൊല ചെയ്ത പാതകം ചെയ്യാത്തവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് എന്ന ചിന്ത നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൽ നിർബന്ധമായിട്ടും ഉണ്ടാവണം. എങ്കിൽ പശ്ചാത്താപം ബാക്കി ഒരുപാട് കാര്യത്തിൽ മാത്രം പോരാ. കഠിനമായ പശ്ചാത്താപം, ഹൃദയം വിങ്ങി പൊട്ടുന്ന പശ്ചാത്താപം ഈ പാപത്തിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിലും പലരും നടത്തേണ്ടി വരും. ഇതാണ് വസ്തുത, തിരിച്ചറിയണം. എണ്ണപ്പെരുക്കം ഭയന്ന് നിർണയിച്ച് നിർത്തിയിട്ട് 1, 2 എന്ന ക്രമത്തിൽ മുന്നോട്ട് പോകുന്ന പലരും ചിലപ്പോൾ ഈ പാതകത്തിൽ പങ്കാളികളാണെന്ന യാഥാർത്ഥ്യം നമുക്കറിയാവുന്ന ഒരു അരമന രഹസ്യമാണ്. അങ്ങാടിയിൽ അത് പരസ്യമായിട്ട് പാടി നടക്കാറില്ലെങ്കിലും അപ്പോൾ ഇതൊരു വലിയ പാതകമാണ്. ഇത്രയും കൃത്യമായിട്ട് പറയേണ്ടി വരികയാണ് പുതിയ കാലഘട്ടത്തിൽ. ഇത് വലിയ ഹത്താണ്, വലിയ പാപമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെൺകുഞ്ഞുങ്ങളെ വളർത്താൻ മാതാപിതാക്കൾ എടുക്കുന്ന ത്യാഗത്തെ വലിയ ത്യാഗമായി പഠിപ്പിച്ചുകൊണ്ട് ആ ത്യാഗം മതി അവർക്ക് നരകം മറയാവാൻ, ആ ത്യാഗം മതി അവർ നരകത്തിൽ പോകാതിരിക്കാൻ, ആ ത്യാഗം മതി അവർ സ്വർഗത്തിലെത്താൻ എന്ന് പഠിപ്പിച്ചിരിക്കെ പെൺകുഞ്ഞുങ്ങളെ സ്വർഗമായി കാണാൻ കഴിയാതെ പോയ ഒരു സമുദായം ക്രൂരതയുടെ പര്യായമാണ്. പെൺകുഞ്ഞുങ്ങളെ സ്വർഗമായി കാണാൻ കഴിയാതെ പോയ ഒരു സമുദായം സ്നേഹത്തെ കുറിച്ച് പറയാൻ അർഹരല്ല. അവരെ ഹബീബിന്റെ കാരുണ്യത്തെ കുറിച്ച് പറയാൻ അർഹരല്ല. പെൺകുഞ്ഞുങ്ങളെ സ്വർഗമായി കാണുന്ന മാനസികാവസ്ഥയിലേക്ക് ഹബീബ് ഒരു ജനതയെ മാറ്റിയെടുത്തുവെങ്കിൽ വിശ്വാസം കൊണ്ടായിരുന്നു, ഈമാൻ കൊണ്ടായിരുന്നു. തഖ്വയുടെ ഭാഗമായി ഹാവഭാവങ്ങൾ അണിഞ്ഞ് നമസ്കാര തഴമ്പ് നെറ്റിയിൽ കൃത്യമായി വെളിപ്പെടും വിധം
സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന പലർക്കും ഈ കാരുണ്യത്തിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വേദനിപ്പിക്കുന്ന അനുഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലെ ചില സംഭവങ്ങൾ ഹദീസിലൂടെ നമുക്ക് വായിക്കാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നമ്മുടെ ഉമ്മ പറയുകയാണ്, ദഖലത് ഇംറഅത്തുൻ മഅഹാ ഇബ്നതാനി ലഹ, എന്റെ വീട്ടിൽ ഒരു സ്ത്രീ വന്നു. നമ്മുടെ ഉമ്മ പറയുന്ന വർത്തമാന, എന്റെ വീട്ടിൽ ഒരു സ്ത്രീ വന്നു, അവിടെ കൂടെ 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഫസഅല, വല്ലതും ഉണ്ടോ എന്നവർ ചോദിച്ചു. കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട് ഒരു ഉമ്മ വന്നിരിക്കുക. ഫലം യജിദ് ഇൻദി ശൈഅൻ ഗൈറ തംറ, എന്റെ വീട്ടിൽ അപ്പോൾ ഒരു കാരക്കയല്ലാതെ വേറെ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇത്തിരി കാരക്ക, അത് മാത്രമേ വീട്ടിലുള്ളൂ. ഫഅഅതൈതുഹാ ഇയ്യാഹ, ആ ഉള്ള കാരക്ക എടുത്ത് ഞാൻ ആ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. ഫഖസമത്ഹാ ബൈന ഇബ്നതൈഹാ, ആ ഉമ്മ ആ കാരക്ക 2 പെൺമക്കൾക്കായി വീതിച്ചു കൊടുത്തു. വലം തഅകുൽ മിൻഹ, അവർ ഒന്നും കഴിച്ചില്ല. അതാണ് അമ്മ മനസ്, അതാണ് ഉമ്മ മനസ്. അവരൊന്നും കഴിച്ചില്ല. ഉള്ളത് ഭിക്ഷയാഴ്ച കിട്ടിയത് മക്കൾക്ക് വീതം വെച്ച് കൊടുത്തു. എങ്കിൽ തെരുവിലുമുണ്ട് ഇങ്ങനെ ഒരുപാട് ഉമ്മമാർ. തെരുവിൽ കിടക്കുന്ന ഉമ്മമാർ തങ്ങളുടെ പെൺമക്കളെ സംരക്ഷിക്കുന്നവരാണ്. എല്ലാവരും അങ്ങനെയാണോ? വിറ്റവരില്ലേ? ഉണ്ട്. എങ്കിൽ തെരുവിൽ ഉമ്മയുടെ അടുക്കൽ, അമ്മയുടെ അടുക്കൽ അന്തി ഉറങ്ങുന്ന പെൺകുഞ്ഞ് അമ്മയുടെ മടിത്തട്ടിൽ സുരക്ഷിതയല്ലാതെ വരുന്ന ഒരു കാലം, അത് മുസ്ലിം സമുദായം ജീവിക്കുന്ന ഒരു ദേശത്ത്, അതൊരു മുസ്ലിം നാമധാരിയാൽ, എങ്കിൽ നമ്മൾ അറിയണം, ഉമ്മ മനസ്സിന്റെയും അമ്മ മനസ്സിന്റെയും വേദന മനസ്സിലാക്കാൻ കഴിയാതെ പോയവർ ദീനിനെ കുറിച്ച് അധികം വർത്തമാനം പറയരുത്. അവർക്കതിന് അർഹത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഉമ്മ ഭിക്ഷയാചിക്കാൻ വേണ്ടി വന്നതാ 2 പെൺമക്കളുമായി. അവരെ കണ്ടപ്പോൾ ഉള്ളത് എടുത്ത് കൊടുക്കാതിരിക്കാൻ നമ്മുടെ ഉമ്മക്ക് കഴിഞ്ഞില്ല. അതാണ് നമ്മുടെ ഉമ്മ പഠിപ്പിക്കുന്ന പാഠം. അതുകൊണ്ട് ഉള്ള കാരക്ക എടുത്തു കൊടുത്തു. എടുത്തു കൊടുത്ത കാരക്ക ഈ ഉമ്മ അവിടെ വെച്ച് 2 മക്കൾക്കും വീതിച്ചു കൊടുത്തു. പെൺകുഞ്ഞുങ്ങൾ അവരെ തീറ്റി, അവർ കഴിച്ചില്ല. വലം തഅകുൽ മിൻഹ, അവർ അന്ന് കഴിച്ചില്ല. സുമ്മ ഖാമത് ഫഖറജത്, പിന്നെ അവർ എഴുന്നേറ്റ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി. ഫദഖല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലം വീട്ടിലേക്ക് വന്നു. ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഫഅഖ്ബർതുഹു, ഞാൻ ഈ വിവരം പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകരെ, ഇങ്ങനെ ഒരു ഉമ്മ വന്നു, ഇത്തിരി കാരക്ക, അതവർ 2 മക്കൾക്ക് പങ്കുവെച്ചു. അവർ കഴിച്ചില്ല കേട്ടോ, അവർ കഴിച്ചില്ല. ഈ 2 പെൺമക്കൾക്ക് ഓഹരി വെച്ച് കൊടുത്തു. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഇബ്തലാ ബിഹാദിഹിൽ ബനാതി ബിശൈഇൻ, പെൺകുഞ്ഞുങ്ങളാൽ ഇങ്ങനെ ഒരാൾ പരീക്ഷിക്കപ്പെട്ടാൽ, കുല്ലഹു സിത്റൻ മിനൻ നാർ, അവർക്ക് നരകത്തിൽ അവർ പോയി പോകാതിരിക്കാനുള്ള മറയായിട്ട് അത് മതിയാകും. മൻ ഇബ്തലാ ബിഹാദിഹിൽ ബനാതി ബിശൈഇൻ, പെൺകുഞ്ഞുങ്ങൾ കാരണം ഇങ്ങനെ മാതാപിതാക്കൾ പരീക്ഷിക്കപ്പെട്ടാൽ, കുല്ലഹു സിത്റൻ മിനൻ നാർ, ആ മാതാപിതാക്കൾ നരകത്തിൽ പോകാതിരിക്കാനുള്ള മറയായിട്ടത് മതിയാകും. സ്വന്തം പെൺമക്കളെ ഭിക്ഷ എടുത്തിട്ടെങ്കിലും മാന്യമായി വളർത്തി, മുണ്ടു മുറുക്കിയെടുത്തവരെ പോറ്റി ഒരു ഉമ്മ അവരെ ജീവിപ്പിക്കുന്നു എങ്കിൽ ആ ഉമ്മ നരകത്തിൽ പോകാതിരിക്കാൻ അത് മറയാകും, കാരണമാകും എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ തിരുനബി പിന്നെയും പറഞ്ഞു, ലൈസ അഹദും മിൻ ഉമ്മത്തി യഊലു സലാസ ബനാതിൻ ഔ സലാസ അഖവാതിൻ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ അദ്ദേഹം 3 പെൺമക്കളെ സംരക്ഷിച്ചു വളർത്തുന്നു, ഔ സലാസ അഖവാത്, അല്ലെങ്കിൽ 3 സഹോദരിമാരെ സംരക്ഷിച്ച് പോറ്റി വളർത്തുന്നു, നല്ല അധ്വാന പരിശ്രമത്തിലൂടെ, കാലത്തിന്റെ സകല ദുഷ്പ്രവണതകളെയും മറികടന്നുകൊണ്ട്. അപ്പോഴാണല്ലോ ത്യാഗത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാവുക. ഇവിടെ സ്ത്രീധന സമ്പ്രദായമുണ്ട്, ഇസ്ലാമിന് അന്യമായ സമ്പ്രദായം. ലാഭം ലാക്കാക്കി പ്രവർത്തിക്കുന്ന ഭൗതിക സംസ്കാരത്തിലേക്ക് നമസ്കാരത്തഴമ്പുകാരും മാറിയപ്പോൾ സ്ത്രീധനത്തെ ന്യായീകരിക്കുന്ന ഉസ്താദുമാർ ഈ സമൂഹത്തിൽ അപൂർവങ്ങളല്ലാതായിട്ട് മാറി. അങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെ അതുകൊണ്ട് അത് കുഴപ്പമില്ല എന്ന് വന്നപ്പോ ലാഭം നോക്കിയിട്ടാണ്, ലാഭ നഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധങ്ങളെ കച്ചവടവൽക്കരിച്ചു ഈ നമസ്കാരക്കാരും. അങ്ങനെ അവിടെ കാർന്നോന്മാർ തൊപ്പി വെച്ച് താടി വെച്ച് അങ്ങനെ കൂടിയിരുന്നു, അച്ചാരത്തെ കുറിച്ച് പറയാൻ, കണക്കിനെ പറയാൻ, അതിനുവേണ്ടി വാദിക്കാൻ, ചോദിക്കാൻ. മാന്യന്മാരായ പലരും ഓടിക്കൂടി. കാരണം അവരുടെ കുടുംബത്തിൽ ഒരാളുടെ കല്യാണമാണ്, പ്രൗഢി കാണിക്കാൻ അവർ പോയി. പക്ഷെ അവർ പോയി ഇരുന്ന ഇരിപ്പിടം നാളെ അതേപോലെ നരകത്തിൽ ഒരുക്കപ്പെടുമെന്ന് അവർ മനസ്സിലാക്കിയില്ല. അവരുടെ മാന്യതയുടെ ഭാഗമായി അവിടെ എല്ലാ അത്യാഡംബരങ്ങളോടെയും ഗടാഗടികന്മാരായിട്ട് അവര് വന്നിറങ്ങി അച്ചാരം തീരുമാനിക്കാൻ, സ്ത്രീധനം ഉറപ്പിക്കാൻ, വിലപേശാൻ, കന്നുകാലികളെ കച്ചവടത്തിന് വെച്ചതുപോലെ
നാണം കെട്ട ഒരു ആണിനെ വിൽപ്പനക്ക് വെച്ചു അവർ. പെണ്ണിനോട് ഇത്ര തന്നാൽ, പെണ്ണിന്റെ ആളോട് ഇത്ര തന്നാൽ ഇവനെ തരാം എന്ന് പറഞ്ഞു. ആണത്തമില്ലാത്ത ശണ്ഡീകരിക്കപ്പെട്ട ആൺവർഗം, അവനാണ് സ്ത്രീധനം വാങ്ങി പെണ്ണ് കെട്ടിയ ആണുങ്ങൾ. അവൻ അർഹതയില്ല ആണെന്ന് തെളിയിക്കാൻ. മീശ ഉള്ളത് കൊണ്ട് മാത്രം ആണാവില്ല. അങ്ങനെയെങ്കിൽ മീശയുള്ള ജന്തുവർഗങ്ങൾ വേറെയുമുണ്ട്. ഒരു പെണ്ണിനെ പോറ്റാനുള്ള കരുത്തുള്ള, തന്റെ ചെലവിൽ അവളെ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന് ജീവിപ്പിക്കാൻ കെൽപ്പുള്ള ആണുങ്ങളെ ആണുങ്ങളാകൂ എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പക്ഷെ ആണത്തം ഊരിക്കളഞ്ഞ ശണ്ഡീകരിക്കപ്പെട്ട പുരുഷന്മാർ അവനെ വിൽപ്പനക്ക് വെച്ചു, ഈ കാർന്നവന്മാർ കൂടിയിരുന്നിട്ട്. എന്നിട്ട് അവർ വലിയ ഫാത്തിഹ ഓതി, അങ്ങനെ ഹംദും സ്വലാത്തൊക്കെ പറഞ്ഞ് അച്ചാരം ഉറപ്പിച്ചു. നാണം കെട്ട സദസ്സ്, ഇത്രയേറെ വൃത്തികെട്ട ഒരു സദസ്സ് വേറെ ഉണ്ടാവില്ലെന്ന് വിനയ പുരസ്സരം പടച്ചവനെ പിള്ളേർ ഓർക്കട്ടെ. അതിന് സാക്ഷ്യം വഹിക്കുന്നവർ പേടിക്കണം. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ പുതിയ കാലത്ത് സ്ത്രീധനം, പെണ്ണിനെ വളർത്തുന്നതിൽ ഒരുപാട് കണ്ണ് വേണം. ഈ പെൺകുഞ്ഞ് അയൽപ്പക്കത്തെ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ പിതാവ് പേടിക്കണം, മാതാവ് പേടിക്കണം, സമയം തെറ്റി അവൾ വരുമ്പോ പേടിക്കണം. അവളെ സ്കൂളിൽ കൊണ്ടുവിടുമ്പോഴും കോളേജിലേക്ക് വിടുമ്പോഴും 4 കണ്ണ് പോരാ എന്ന അവസ്ഥ വന്നു. എങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരുത്തന്റെ മൊബൈൽ തുമ്പിൽ ഇവളായി പോകാതിരിക്കാൻ പിന്നെയും കണ്ണ് വേണം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു പെൺമണിയെ നേരെ ചൊവ്വെ വളർത്തിയ ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് അല്ലെങ്കിൽ രണ്ടുപേരും കൂടി എത്ര വലിയ ത്യാഗം, എത്ര വലിയ ത്യാഗം. അങ്ങനെ ഒരാൾ യഊലു സലാസ ബനാത്തിൻ 3 പെൺമക്കളെ വളർത്തി, ഔ സലാസ അഖ്വാത്തിൻ 3 സഹോദരിമാരെ വളർത്തി എങ്കിൽ ഫയുഹ്സിനു ഇലൈഹിന്ന, ആ പെൺകുഞ്ഞുങ്ങളോട് ഏറ്റവും നന്നായിട്ട് ആ മാതാപിതാക്കൾ പ്രവർത്തിക്കുകയും വർത്തിക്കുകയും ചെയ്താൽ ഇല്ലാ കുല്ലഹു സിത്രം മിനന്നാർ, അവർ നരകത്തിൽ പോകാതിരിക്കാൻ അത് മതി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെൺകുഞ്ഞുങ്ങൾ സ്വർഗമാണ്, പെൺമക്കൾ നമ്മുടെ സ്വർഗമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. പിന്നെയും ഹബീബ് പറഞ്ഞു, മൻ ബുലിദത് ലഹു ഇബ്നതുൻ, ഒരാൾക്കൊരു പെൺകുഞ്ഞ് പിറന്നു, വലം യഇദ്ഹ, ആ പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഭ്രൂണഹത്യ നടത്തിയില്ല, കുഴിച്ചു മൂടിയില്ല എന്നാണ് നേരെ അർത്ഥം. അന്ന് ജനിച്ചിട്ട് കുഴിച്ചു മൂടുന്ന പണിയേ ഉള്ളൂ. ഇന്ന് നേരത്തെ അറിയുമ്പോൾ തന്നെ കറുത്ത് മാറ്റുന്ന പണിയാണ്. അത് ചെയ്തില്ല എന്നായി പറയുന്നത്. ഒരാൾക്കൊരു പെൺകുഞ്ഞുണ്ടായി, അതായത് കുരുത്തത്, ഗർഭപാത്രത്തിൽ കുരുത്തത് പെണ്ണാണെന്ന് ബോധ്യമായി എന്ന് തന്നെ വെക്കണം പുതിയ കാലത്ത് അതിന്റെ അർത്ഥം. മൻ വുലിദത് ലഹു ഇബ്നതുൻ, ഒരാൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു, വലം യഇദ്ഹ, അവൻ അതിനെ കുഴിച്ചു മൂടിയില്ല, വലം യുഹിൻഹ, അവൻ അവളെ നിന്ദിച്ചില്ല, ശരിക്ക് സംരക്ഷിച്ചു വളർത്തി, അവളോട് അന്യായം കാണിച്ചില്ല. പെണ്ണായി പോയത് കൊണ്ട് അവൾ വീട്ടിൽ വേദന അനുഭവിക്കേണ്ടി വന്നില്ല, പീഡിപ്പിക്കപ്പെട്ടില്ല. അതാണ് അവിടെ നിന്ദിച്ചില്ല എന്ന് പറഞ്ഞാൽ. സ്വന്തം പിതാവിനാൽ പീഡിപ്പിക്കപ്പെടുന്നവർ, സ്വന്തം കുടുംബാദികളാൽ കൈവക്കപ്പെടുന്നവർ, നിന്ദിക്കപ്പെട്ടില്ല ആ പെൺകുട്ടി. വീട്ടകത്തവൾ സുരക്ഷിതയായി. വലം യുഹിൻഹ വലം യുബസ്സിർ വലദഹു അലൈഹ, ആ പെൺകുഞ്ഞിനേക്കാൾ ആൺകുഞ്ഞിന് മുൻഗണനയും കൊടുത്തില്ല. പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ഉള്ളിടത്ത് പെണ്ണിനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ആണിന് മുൻഗണന കൊടുക്കുന്ന രീതിശാസ്ത്രം കുടുംബത്തിനകത്ത് നിലവിലുള്ള രീതിശാസ്ത്രമാണ്. വലം യുസിർ വലദഹു അലൈഹ, തന്റെ ആൺമകനെ ഈ പെൺകുഞ്ഞിനേക്കാൾ അവൻ പ്രാധാന്യവും പ്രിഫറൻസും കൊടുത്തില്ല എങ്കിൽ ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അത്തരം പിതാക്കളെ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. അത്തരം പിതാക്കളെ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. സ്വർഗം കിട്ടാൻ വേറെയും വഴിയുണ്ടെന്ന്, സ്വർഗം കിട്ടാൻ ഇതൊക്കെയാണ് ശരിയായ വഴിയെന്ന്. എങ്കിൽ ഈ സ്വർഗം തേടി ഈ വഴിയിലൂടെ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ സഞ്ചരിച്ചിരുന്നു എങ്കിൽ സമുദായത്തിനകത്ത് സ്ത്രീ പീഡനം ഉണ്ടാവില്ല, ഭ്രൂണഹത്യ ഉണ്ടാവില്ല, പെണ്ണുകുഞ്ഞുങ്ങൾ കൈവക്കപ്പെടില്ല. ഇത് പാരമ്പര്യമായി സമുദായം പഠിപ്പിച്ചിരുന്നു എങ്കിൽ സമുദായത്തിന്റെ വീട്ടകത്ത് വളർന്ന ഒരു ആൺതരിയും ഒരു പെൺകുഞ്ഞിനെ പീഡിപ്പിക്കില്ല. കുടുംബത്തിലും സമുദായത്തിൽ നിന്നും കിട്ടേണ്ടുന്ന പാഠങ്ങൾ പുതുതലമുറക്ക് നേരെ ചൊവ്വേ കിട്ടാതെ വന്നപ്പോൾ അവൻ ഈ പാഠങ്ങളെ മറികടന്ന് സമൂഹത്തിലെ തെറ്റായ പാഠങ്ങൾ പഠിപ്പിച്ചപ്പോൾ പെണ്ണ് കേവലം ഉപകരണമാണ്. അത് 3 വയസ്സുകാരിയാണെങ്കിലും തൽക്കാലം കാര്യം നടക്കുമോ എന്ന് നോക്കട്ടെ എന്നിടത്തോളം എത്തിപ്പെട്ട ഈ വൃത്തികേട് സഹിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് പാഠങ്ങൾ ശരിക്കും പഠിപ്പിക്കണം, കാഴ്ചപ്പാട് വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം. മാതാപിതാക്കളെ ഈ കാഴ്ചപ്പാട് അറിയണം. പെൺകുഞ്ഞുങ്ങൾ അവിധം സുരക്ഷിതമായി വീട്ടിൽ വളരണം. പെൺകുഞ്ഞുങ്ങളെയും പെണ്ണിനെയും ആദരിക്കണമെന്ന പാഠം വീട്ടിൽ നിന്ന് പഠിക്കണം. ആദരിക്കണമെന്ന പാഠം വീട്ടിൽ നിന്ന് പഠിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയാതെ വന്നപ്പോൾ, പള്ളികളിൽ ചർച്ചയാവാതെ വന്നപ്പോൾ, അത്തരം വിഷയങ്ങളിൽ മുസ്ലിം സമുദായ നിലപാടില്ലാതെ വന്നപ്പോൾ
ഈ വൃത്തികേടിന്റെ എല്ലാം കേദാരമായിട്ട് അഴുക്കുചാലിൽ വീണ് കിടക്കുന്ന ഒരു സമുദായം, അഴുക്ക് വെള്ളത്തിലെ ചപ്പുചണ്ടികളെ പോലെ എന്ന് ഹബീബ് പറഞ്ഞില്ലേ? ഒരു കാലം വരും അന്ന് ഈ സമുദായം അങ്ങനെയാകും, അഴുക്ക് വെള്ളത്തിലെ ചപ്പുചണ്ടികളെ പോലെ, ഒരു വിലയും നിലയും ഇല്ലാത്ത, എല്ലാ വൃത്തികേടും ഇവരിലും, ഇവർക്കെന്തർഹത എന്ന് മറ്റുള്ളവർക്ക് ചോദിക്കാൻ പറ്റും വിധം ഇത്രയും ഉത്ബോധനങ്ങൾ സമൂഹത്തിൽ ഒരു ചെവിയും കേൾക്കാത്ത വിധം അപ്രസക്തങ്ങളായി തീരുന്ന നിലപാടിൽ ഒരു സമുദായം എത്താൻ പാടില്ല. ഇടപെടണം, ശക്തമായ നിലപാടുണ്ടാവണം, അധ്യാപനങ്ങളെ ശരിയായി പഠിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ ഉസ്താദുമാര് കൈവശം വെച്ച മേഖലയിലല്ല ഉത്ബോധനങ്ങൾ നടക്കേണ്ടത്. അതവിടെ പ്രൊഫഷണൽ മേഖലയാണ്, വരുമാന മേഖലയാണ്. നടത്തുന്ന പ്രസംഗങ്ങളും ഉത്ബോധനങ്ങളും നടത്തുന്ന പരിപാടികളും ഇസ്ലാം വെച്ചിട്ടല്ല, അതിനപ്പുറത്ത് വേറെ ചില കാര്യങ്ങളാണ്. ഖുർആനിലേക്ക് മടങ്ങണം, തിരുവചനങ്ങളിലേക്ക് മടങ്ങണം, കുടുംബങ്ങളിൽ ചേർന്നുകൊണ്ട് പഠിപ്പിക്കണം, മഹല്ലുകൾ ഇടപെടൽ ഉണ്ടാവണം, സംഘടനകൾക്ക് പ്ലാനും പദ്ധതിയും ഉണ്ടാവണം, മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാർ ഈ രംഗത്ത് കൃത്യമായ നിലപാട് സ്വീകരിക്കണം. എങ്കിൽ നമുക്ക് നമ്മെ തിരിച്ചു പിടിക്കാം, നമ്മുടെ സമൂഹത്തെയും നേർവഴിക്ക് നടത്താം. ഇസ്ലാമിന്റെ പാഠങ്ങൾ യഥാവിധി ഉൾക്കൊള്ളാൻ നാഥൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الخلفاء الراشدين وأمراء المرشدين عن أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعمي نبيك حمزة والعباس وبقية الصحابة والقرابة والتابعين كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.